ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ആക്ടിവിറ്റി പോയിന്റ്സ് എന്താണെന്നൊക്കെ ഇപ്പോഴേ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ബിടെക്കിൽ നമുക്ക് 100 ആക്ടിവിറ്റി പോയിന്റ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ബിടെക്കിൻ്റെ ആ കോഴ്സ് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പം നമ്മൾ ആക്ടിവിറ്റി പോയിന്റ്സ് 100 ആക്കണം ഈ 4 വർഷം കൊണ്ട്. അപ്പം അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്നൊക്കെയുള്ള ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. ഇന്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്യാം, വെബിനാർ, NPTEL എക്സാമിനേഷൻ എഴുതാം. NPTELന് 50 ആക്ടിവിറ്റി പോയിന്റ് ആണ്. ആ 50 ആക്ടിവിറ്റി പോയിന്റ് NPTEL എഴുതിയാൽ തന്നെ കിട്ടും. അപ്പൊ NPTEL എങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള വീഡിയോസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ എന്റെ വ്ളോഗ് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഈ വ്ളോഗ് ഞാൻ ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇവരുടെ ഒരു ഇന്റേൺഷിപ്പ് ഞാൻ ക്രിസ്മസ് വെക്കേഷന്റെ ടൈമിൽ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പം എനിക്ക് അത്യാവശ്യം നല്ലതാന്ന് തോന്നി. അവരുടെ തന്നെ ഓൺലൈൻ ഇന്റേൺഷിപ്പും ഉണ്ട്, ഓഫ്ലൈനും ഉണ്ട്. അപ്പൊ ഞാൻ ചെയ്തിരുന്ന ഓൺലൈൻ ആയിരുന്നു. അപ്പം അവരുടെ ഞാൻ ചോദിച്ച് പെർമിഷൻ വാങ്ങിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളും ആ ഒരു ഇൻസ്റ്റാ പേജ് ഫോളോ ആക്കി വെക്കുവാണെങ്കിൽ ഇനി വരുന്ന ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ടിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച് കുറെ പേര് ഡൗട്ട് ചോദിക്കാൻ വേണ്ടി മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഹായ് എന്ന് മാത്രം മെസ്സേജ് അയച്ചാൽ ഞാൻ ചിലപ്പോൾ റിപ്ലൈ തരൂല്ലായിരിക്കും. കാരണം ചുമ്മാ കുറെ പേര് വന്ന് ഹായ് എന്നൊക്കെ മെസ്സേജ് അയക്കും. അപ്പൊ എനിക്ക് യൂട്യൂബിൽ നിന്ന് മെസ്സേജ് അയക്കുന്നതാണോ അല്ലയോ എന്ന് അറിയാൻ പറ്റത്തില്ല. അതും പേഴ്സണൽ ഇൻസ്റ്റയിൽ അയക്കുമ്പോഴാണ് ഞാൻ അതിൽ റിപ്ലൈ തരാത്തത്. നിങ്ങൾ യൂട്യൂബ് ഇൻസ്റ്റയിൽ ചുമ്മാ ഹായ് എന്ന് അയച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നുണ്ട്. അപ്പം ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ഈ ഇന്റേൺഷിപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇന്റേൺഷിപ്പ് 2 ടൈപ്പ് ഉണ്ട്, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. അപ്പൊ നമുക്ക് കൂടുതൽ ആക്ടിവിറ്റി പോയിന്റ് കിട്ടുന്നത് ഓഫ്ലൈൻ ആണെന്നായിരുന്നു ഞാൻ അതിൽ പറഞ്ഞിരുന്നത്. പക്ഷെ ഒരു വഴി എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഫൈനൽ ഇയർ ആവുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇന്റേൺഷിപ്പ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന് 20 തന്നെ കിട്ടും. അതിപ്പോ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നിങ്ങൾക്ക് 20 തന്നെ കിട്ടും. അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പം ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നിങ്ങൾക്ക് സെയിം തന്നെ ആയിരിക്കും. പിന്നെ ഇന്റേൺഷിപ്പിന് ലിമിറ്റേഷൻസ് ഒന്നുമില്ല. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇത് 2025 ഒരു ഇന്റേൺഷിപ്പ് ചെയ്തു. ഈ വർഷം തന്നെ ഇങ്ങനെ കടന്ന് ചെയ്തുകൊണ്ടിരുന്ന അതെല്ലാം കൂടെ ചിലപ്പോൾ ആക്ടിവിറ്റി പോയിന്റിലോട്ട് എടുക്കണം എന്നില്ല. അപ്പം 2025 ഒരെണ്ണം ചെയ്തു, 2026 ഇനി ഒരെണ്ണം ചെയ്യുന്നതെങ്കിൽ അത് രണ്ടും കൗണ്ട് ചെയ്യും. ഇപ്പൊ ഒരു ഇന്റേൺഷിപ്പിന് 20 അപ്പൊ അടുത്ത 20 കിട്ടിയിട്ട് അങ്ങനെ 40 ആവും. അപ്പൊ അങ്ങനെയാണ് ഇന്റേൺഷിപ്പിന്റെ പോയിന്റ്സ് എടുക്കുന്നത്. അപ്പം ഈ ഒരു പേജിന്റെ പേരെന്താന്ന് വെച്ചാല് റീടെക്നോക് ടെക്നോളജീസ്. ഞാൻ അതിന്റെ ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അവരുടെ ഇൻസ്റ്റാ പേജിന്റെ. ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അതിൽ അവർ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ചെയ്തിരുന്നത് AI ഒരു ഇന്റേൺഷിപ്പ് ആയിരുന്നു. അത് 5 ദിവസത്തെ ഒരു ഇന്റേൺഷിപ്പ് ആണ്. അപ്പൊ എനിക്ക് അതിൽ നിന്ന് 3 സർട്ടിഫിക്കറ്റ് കിട്ടി. ഇന്റേൺഷിപ്പിന്റെ ക്യുസ്, പിന്നെ ഒരു വർക്ക്ഷോപ്പിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. ഇങ്ങനത്തെ ഒക്കെ ഇന്റേൺഷിപ്പിൽ പങ്കെടുക്കുമ്പോൾ ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് ആ ഇന്റേൺഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ഒരു 20 പോയിന്റ്സ് കിട്ടും. പിന്നെ നമുക്ക് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ് ആ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാം. വർക്ക്ഷോപ്പിനും ഒക്കെ ആക്ടിവിറ്റി പോയിന്റ്സ് ഉള്ളതാണ്. അതിന് എത്ര പോയിന്റ് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ, അത് ഡിപ്പെൻസ് ആണ്. പിന്നെ ക്യുസിന്റെ സർട്ടിഫിക്കറ്റ്, അതിനും മേ ബി ഒരു 5 ഒക്കെ കിട്ടുമായിരിക്കും. അപ്പം അങ്ങനത്തെ ഇന്റേൺഷിപ്പ് ഒക്കെ നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഇയർ ആണ്, അപ്പൊ ആദ്യമേ തന്നെ ഒരു ഓഫ്ലൈൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഒരു ഓൺലൈൻ ഒക്കെ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇതിലൊക്കെ അറ്റൻഡൻസ് ഉണ്ട്. നമ്മൾ കയറി നമ്മളുടെ അറ്റൻഡൻസ് കൊടുത്തു കഴിയുമ്പോൾ അത്രയും 5 ദിവസത്തെ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ആദ്യമേ നിങ്ങൾ ഓൺലൈൻ ചെയ്തു, പിന്നെ നിങ്ങൾക്ക് ഓഫ്ലൈൻ ചെയ്യാം. അപ്പം ഓഫ്ലൈൻ ഒക്കെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ കയറി ചെയ്യാം. അപ്പൊ ഇതൊരു പേജ് മാത്രമാണ്. അപ്പൊ ഇനിയും ഇതുപോലത്തെ കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ഇതിന്റെ ഒരു പോസ്റ്ററും എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റും കൂടെ ഞാൻ കാണിച്ചു തരാം. ഞാൻ അറ്റൻഡ് ചെയ്ത ആ ഒരു ഇന്റേൺഷിപ്പ് ഏതാന്നുള്ളത് അത് ഞാൻ എന്റെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ എൻഡിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കാണുന്ന ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ്, ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.